വി ഡി സതീശന്റെ തെറ്റായ നടപടികളെ നിങ്ങൾ വിമർശിച്ചോ, രാഷ്ട്രീയപരമായി വിമർശിക്കുക, അതല്ലേ പ്രതിപക്ഷം അതല്ലേ ചെയ്യേണ്ടത്. നിങ്ങൾ ഇങ്ങനെ ഒരു ലോജിക്കും ഇല്ലാത്ത ഇമാതിരി കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഇങ്ങനെ പിടിക്കാൻ തുടങ്ങിയാലേ ജനങ്ങൾ ചിരിക്കും. ജനങ്ങൾക്ക് അറിയ കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഈ വിഷയം തന്നെ നിങ്ങൾ ഈ ദേശാഭിമാനിയിലെ 6 or 7 സ്ഥലത്ത് സ്ഥലം മാറ്റത്തിൽ ഇതാണ് ഭീകരത, സ്ഥലം മാറ്റ ഭീകരത. ഒരു ജില്ലയിലെ ഒരു സ്ഥലത്ത് നിന്ന് ചൊക്ലിയിൽ നിന്ന് പിണറായിലേക്ക് സ്ഥലം മാറ്റിയ അവർക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അവര് കുഴഞ്ഞു വീണ് മരിച്ചത് ഈ ഒരു കാരണം കൊണ്ടാണെന്ന് വരുത്തി തീർക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് സർക്കാർ ജീവനക്കാരെ മുഴുവൻ വേട്ടയാടുന്നു. ഇത് കേട്ടാക്കി ഇതിന്റെ മുമ്പേ സർക്കാർ ജീവനക്കാരെ ഒരു ഗവൺമെന്റ് സ്ഥലം മാറ്റിയിട്ടില്ല. ഇതൊന്നും നിർത്തിക്കൂടണ്ടോ? വേറെ ഒന്നാണ് ഈ മറ്റേ കടലിൽ പോയ എന്താ പറയാ 2-3 പേരുടെ ഇനിയും അവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. അവിടെ ഹെലികോപ്റ്റർ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, ഈ ബോട്ടുകളുണ്ട്. സ്വാഭാവികമായും കടലിൽ പോകുന്ന തൊഴിലാളികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സർക്കാരുകളും ശ്രമിക്കാറുണ്ട്. പക്ഷെ കടലിൽ പോയ തൊഴിലാളികളെ, മീൻപിടുത്ത തൊഴിലാളികളെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കടലിൽ നിന്ന് രക്ഷിക്കാൻ. നേരത്തെ മുരളീധരൻ ആ കാര്യം പറഞ്ഞു. മാത്രമല്ല 48 പേർ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് 48 പേർ ഇതേപോലെ കടലിൽ പോയിട്ട് രക്ഷിക്കാൻ പറ്റിയില്ല. ഇപ്പതാ അതേപോലെ 2 പേരെ രക്ഷിക്കാൻ പറ്റിയില്ല. അതിന്റെ പേരിൽ കടിച്ചു കയറുകയാണ് വി ഡി സതീശൻ മത്സ്യത്തൊഴിലാളികളെ മുഴുവൻ ഇതാ കടലിൽ മുക്കിക്കൊല്ലുന്നു. പിണറായി വിജയൻ 48 പേരെ കടലിൽ പോയ അത് മിണ്ടത് 48 പേരല്ല, അത് സാറില്ല. പക്ഷെ 2 പേര് പിണറായിയുടെ കാലത്ത് ഇങ്ങനെ പലതും സംഭവിക്കും. നമ്മൾ മിണ്ടാൻ പാടില്ല. ഇപ്പൊ ഒരു പെൺകുട്ടി, അച്ഛൻ നഷ്ടപ്പെട്ട പെൺകുട്ടി വി ഡി സതീശനെതിരെ അയാൾ അങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്നു. വി ഡി സതീശൻ പറഞ്ഞു സ്വാഭാവികമാണ്, ആ വൈകാരികതയിൽ ആ പെൺകുട്ടി അങ്ങനെയൊക്കെ പറയും, എന്നെയും കുറ്റപ്പെടുത്തും, കാരണം ഞാൻ ഈ ഗവൺമെന്റിന്റെ ഒരു പ്രതീകമാണല്ലോ. വി ഡി സതീശൻ ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒരു ഫോട്ടോ, പിണറായി വിജയനും അപ്പം ഗോവിന്ദനും വന്നപ്പോഴത്തേക്ക് ആ പെൺകുട്ടി സന്തോഷത്തോടെ ഇവരെ സ്വീകരിക്കുന്നത്. അതിന്റെ പേരിൽ ആ പെൺകുട്ടിക്കെതിരെ ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നടക്കുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട നേതാക്കളെ കാണുമ്പോൾ അവരോട് നമുക്ക് വല്ലാതെ സ്നേഹമൊക്കെ തോന്നും, സന്തോഷം തോന്നും, ഒക്കെ ശരി തന്നെയാണ്. നമ്മൾ ഈ കാര്യങ്ങളൊന്നും ഇതൊന്നും രാഷ്ട്രീയമായി നമ്മൾ കാണരുത്. അതാ എനിക്ക് പറയാനുള്ളത്. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ വളരെ അപകടകരമായ ഒരു സ്ഥിതിയാണ്. കടലിൽ ജോലിക്ക് പോകുക എന്നൊക്കെയുള്ളത് മീൻപിടുത്ത തൊഴിലാളികളുടെ ഓരോ ദിവസവും അപകടം നിറഞ്ഞതാണ്. രക്ഷാപ്രവർത്തനം നടത്തണം, വളരെ സജീവമായ രക്ഷാപ്രവർത്തനങ്ങൾ ആവശ്യമാണ്. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. ഈ കഴിഞ്ഞ 2.5 മാസത്തിനിടയിൽ അതൊന്നും നടക്കുന്നില്ല. കഴിഞ്ഞ 10 വർഷം കടലിൽ പോയ ആൾക്കാരെ മുഴുവനും അപ്പോഴാണ് 48 വരെ കടലിൽ പോയത്. ഇതൊക്കെ നിർത്താനായില്ല സഖാക്കളെ. ഞാൻ അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ദേശാഭിമാനി നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾ സത്യസന്ധമായ കാര്യം പറയാന്ന്. ഇപ്പതാ നയം തിരുത്തു എന്നൊക്കെ നിങ്ങൾക്ക് പറയാം, അതൊന്നും പ്രശ്നമില്ല. നരേന്ദ്രമോദിയുടെ നയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലതാ, എന്താ പറയാ, മെയിൻ സ്റ്റോറി നയം തിരുത്തു. നിങ്ങൾ നയം തിരുത്തിക്ക്, അതൊക്കെയല്ലേ പ്രതിപക്ഷം ചെയ്യേണ്ടത്. നിങ്ങൾ നയം തിരുത്തിക്ക്. കാരണം ഇന്ത്യ മഹാരാജ്യത്ത് 1% പോലും വോട്ടില്ലാത്ത നിങ്ങൾക്ക് നരേന്ദ്രമോദിയെ വിറപ്പിക്ക്. അതൊക്കെ ചെയ്യ്. സതീശൻ നിങ്ങൾ വിറപ്പിക്ക്. അതിന് പകരം സതീശൻ കടലിൽ പോയ 2 ആൾക്കാരെ സതീശൻ രക്ഷിച്ചില്ല. സതീശൻ ആൾക്കാരെ സ്ഥലം മാറ്റുന്നു. സ്ഥലമാറ്റ ഉത്തരവ് കൈ കിട്ടിയ ഉടനെ സ്ത്രീകളൊക്കെ അല്ലെങ്കിൽ ജീവനക്കാരികൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെയൊന്നും സംഭവിച്ചില്ല, ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ ആരെയും സ്ഥലം മാറ്റാറില്ല. ഉഡായിപ്പോയിട്ട് വരല്ല. നിങ്ങൾ ആകെ നാണക്കേടാണ്, അത് മനസ്സിലായി. സങ്കടകരമായ വാർത്ത എങ്ങനെ തങ്ങൾക്ക് വേണ്ടി അത് വ്യാഖ്യാനിക്കാം എന്നുള്ള കാര്യത്തിൽ CPM-നെ കണ്ടു പഠിക്കണം എല്ലാവരും കേട്ടോ. ഇന്നത്തെ ഈ പത്രത്തിൽ ഒരു 10 വാർത്തകൾ തന്നെയെങ്കിലും ഉണ്ട്. ആ വാർത്തയുടെ ഒക്കെ അടിസ്ഥാനം എന്താണെന്നറിയോ? സർക്കാർ ജീവനക്കാരെ സ്ഥലം മാറ്റുന്നു. എന്താ ഞെട്ടിയോ നിങ്ങൾ ഞെട്ടണം. സർക്കാർ ജീവനക്കാരെ സ്ഥലം മാറ്റുന്നു വി ഡി സതീശൻ. എന്ത് പണിയാ സതീശ ചെയ്യുന്നത്? കേരളത്തിൽ ആരെങ്കിലും സർക്കാർ ജീവനക്കാരെ സ്ഥലം മാറ്റുമോ? എന്റെ സതീശ, ഈ UDF സർക്കാർ എന്ന് പറഞ്ഞാൽ എന്ത് കണ്ണു ചൊറയില്ലാത്ത സർക്കാരാണ്. സർക്കാർ ജീവനക്കാരെ സ്ഥലം മാറ്റുകയോ? അയ്യോ, സർക്കാർ ജീവനക്കാരെ സ്ഥലം ആ സ്ഥലം മാറ്റ ഓർഡർ കിട്ടിയ എത്ര സർക്കാർ ജീവനക്കാരാണ് ഹൃദയം പൊട്ടി മരിച്ചതെന്നറിയോ? എന്ത് തമാശയാടോ. ഇവിടെ ഏറ്റവും കൂടുതൽ സ്ഥലം മാറ്റത്തിലൂടെ ജീവനക്കാരെ ഉപദ്രവിച്ച സർക്കാർ എന്ന് പറയുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. എന്താ ആർക്കാ സംശയം? ഇനി പോട്ടെ, എല്ലാ സർക്കാരുകളും
മാറി മാറി വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കൊക്കെ മാറ്റി നിയമിക്കും. ഇത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പം സഖാക്കളൊക്കെ പറയുന്നത് അറിയോ? സർക്കാർ ജീവനക്കാർ എന്ന് പറഞ്ഞാൽ സ്ഥലം മാറ്റാൻ പാടില്ല. പക്ഷേ വി.ഡി. സതീശൻ വന്ന ഉടനെതാ സർക്കാർ ജീവനക്കാരെ മുഴുവൻ IAS ഉദ്യോഗസ്ഥന്മാരെ നമ്മളെ KK രാഗേഷിന്റെ കരച്ചിൽ നമ്മൾ കേട്ടതല്ലേ? ദിവ്യ എസ് അയ്യരെ സ്ഥലം മാറ്റിയല്ലോ എന്ന് പറഞ്ഞാണ്ട് പെട്ടി തൂക്കി കറഞ്ഞതല്ലേ? എന്റെ കർണേട്ടാ എന്ന് വിളിച്ചിട്ട് പിന്നാലെ നടന്ന ദിവ്യ എസ് അയ്യരെ സ്ഥലം മാറ്റിയത് എന്തൊരു ക്രൂരതയാണ്! അദാനിയെ ഞെട്ടിപ്പിച്ചതല്ലേ? അദാനി ഞെട്ടിവരച്ചിരുന്നു. അരെ ദിവ്യ എസ് അയ്യർ. അവസാനം ശ്രീമതി ടീച്ചർ പറഞ്ഞു, KK ശൈലജ പറഞ്ഞു, പെട്ടി തൂക്കി രാകേഷെ പിണറായി വിജയന്റെ പെട്ടി പിടിച്ചോ, അതല്ലാതെ ദിവ്യ എസ് അയ്യരുടെ പെട്ടി പിടിക്കാൻ നടക്കണ്ടട്ടോ എന്ന് പറഞ്ഞത് KK ശൈലജയും ശ്രീമതി ടീച്ചറുമാണ്. കാരണം IAS ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരെയും മാറ്റും. എല്ലാ സർക്കാരുകളും IAS ഉദ്യോഗസ്ഥന്മാരെ മാറ്റാറുണ്ട്. ഇതാ ഈ സർക്കാരും ഒരു 50 പേരെ തന്നെങ്കിലും മാറ്റി വിവിധ മേഖലകളിലേക്ക്. എന്താ പറയാ, അദാനി പോർട്ടിന്റെ MD ആയിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ദിവ്യ എസ് അയ്യരെ മാറ്റി പകരം വളരെ മിടുക്കനായ ഒരു IAS ഓഫീസറെ നിയമിച്ചു. എന്താ അതിലിപ്പം തകരാറ് ആരാ ചോദിച്ചത്? PK ശ്രീമതിയും KK ശൈലജയും CPM-ലെ ഏറ്റവും മുതിർന്ന 2 വനിതാ അംഗങ്ങൾ കൈചൂണ്ടി പെട്ടി തൂക്കിയോട്. പിന്നെ പെട്ടി തൂക്കി മിണ്ടിയിട്ടില്ല. അപ്പൊ ഇതൊക്കെയാണ് സ്ഥിതി. അപ്പൊ ഈ വാർത്ത എന്താണെന്നറിയോ? ഹെൽത്ത് ഇൻസ്പെക്ടർ കുഴഞ്ഞു വീണ് മരിക്കുന്ന അവസ്ഥകൾ പ്രത്യേകിച്ച് കോവിഡിന് ശേഷമൊക്കെ എന്താ പറയാ, വളരെ ആരോഗ്യവാന്മാരായ യുവാക്കൾ പോലും കുഴഞ്ഞു വീണ് മരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മുടെ നാട്ടിലല്ലേ? സങ്കടകരമായ അവസ്ഥയാണ്. പെട്ടെന്ന് കൺമുന്നിൽ നിന്ന് നമ്മുടെ വേണ്ടപ്പെട്ടവർ മറഞ്ഞു പോകുന്നു എന്നുള്ളത് സമാനതകളില്ലാത്ത അല്ലെ, ഏറ്റവും ഹൃദയം നുറുക്കുന്ന അവസ്ഥ തന്നെയാണ്. അങ്ങനെ അതിദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ കുഴഞ്ഞു വീണ് മരിച്ചു. വാർത്ത എന്താണെന്നറിയോ? ചികിത്സയിലിരിക്കെ മാനദണ്ഡം ലംഘിച്ച് സ്ഥലം മാറ്റപ്പെട്ട ഹെൽത്ത് ഇൻസ്പെക്ടർ കുഴഞ്ഞു വീണ് മരിച്ചു. അവിടെയാണ് അപകടം. എന്താണ്? ചികിത്സയിലിരിക്കെ മാനദണ്ഡം ലംഘിച്ച് സ്ഥലം മാറ്റപ്പെട്ട ഹെൽത്ത് ഇൻസ്പെക്ടർ, അങ്ങനെ ഒരു വിശേഷണം അവർക്ക് കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചൊക്ലി കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ വടകര മേപ്പയിൽ ശ്രീസ്തയിൽ R. ദീപാലേഖ ആണ് സ്ഥലം മാറ്റ ഉത്തരവിന് പിന്നാലെ മരിച്ചത്. അവർക്ക് ഇങ്ങനെ സ്ഥലം മാറ്റ ഉത്തരവ് കിട്ടിയ ഉടനെ, അത് വായിച്ച ഉടനെ കുഴഞ്ഞു വീണ് മരിച്ചതല്ല കേട്ടോ. സ്ഥലം മാറ്റ ഉത്തരവ് നേരത്തെ കിട്ടിയിരുന്നു. സ്വാഭാവികമായും അതിന്റെ ടെൻഷനൊക്കെ ഉണ്ടാവും. ആരായാലും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്ഥലം മാറ്റ ഉത്തരവിന്. പക്ഷെ അവരൊരു സർക്കാർ ജീവനക്കാരിയാണെന്നേ. സർക്കാർ ജീവനക്കാര് സർക്കാർ ഉദ്യോഗസ്ഥയിൽ പ്രവേശിക്കുമ്പോൾ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നതാണ് ഈ സംസ്ഥാനത്തെ ഏത് സ്ഥലത്തും തങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറാണ്. പിന്നെ ഒരു സ്ഥലം മാറ്റ ഉത്തരവ് കിട്ടുമ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, വേദന ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, ഒക്കെ ശരി തന്നെ. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഈ സ്ഥലം മാറ്റ ഉത്തരവ് എന്തോ ഒരു വലിയ വി.ഡി. സതീശൻ സർക്കാർ വന്ന് അധികാരത്തിലേറിയത് 3 മാസം ആകുമ്പോഴത്തേക്ക് സർക്കാർ ജീവനക്കാരെ മുഴുവൻ ഉപദ്രവിക്കുകയാണ്, മുഴുവൻ സ്ഥലം മാറ്റുകയാണ് എന്ന് പറയുന്നതിൽ എന്ത് ഔചിത്യമാണുള്ളത്? ഇവരെ സ്ഥലം മാറ്റിയത് കണ്ണൂർ ജില്ലയിൽ തന്നെയാണ്. ചൊക്ലിയിൽ നിന്ന് വാർത്തയിലുണ്ട്. ആഴ്ചകൾക്ക് മുമ്പ് ദീപാലേഖയെ മട്ടന്നൂരിലേക്ക് മാറ്റിയിരുന്നു. ശരി. തുടർന്ന് യാത്രയ്ക്കുള്ള ബുദ്ധിമുട്ട് DMOയെ ബോധ്യപ്പെടുത്തിയിരുന്നു. എന്നാൽ തിങ്കളാഴ്ച രാവിലെ പിണറായി CHCയിലേക്ക് സ്ഥലം മാറ്റി. ചൊക്ലിയിൽ നിന്ന് പിണറായി CHCയിലേക്ക് സ്ഥലം മാറ്റി. ചൊക്ലിയിൽ നിന്ന് പിണറായി CHCയിലേക്കാണ് സ്ഥലം മാറ്റിയത്. കണ്ണൂർ ജില്ലയിലെ ഏതാണ്ട് അടുത്തടുത്ത് കിടക്കുന്ന 2 സ്ഥലങ്ങളാണ്. ഇവര് നേരത്തെ മട്ടന്നൂരിലേക്ക് സ്ഥലം മാറ്റാന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാക്കാണ് ഇവരെ ഇങ്ങോട്ടേക്ക് സ്ഥലം മാറ്റിയത്. ചൊക്ലിയിൽ നിന്ന് ഈ പിണറായിലേക്ക് സ്ഥലം മാറ്റിയത്. എന്നാൽ തിങ്കളാഴ്ച രാവിലെ പിണറായി CHCയിലേക്ക് സ്ഥലം മാറ്റി. ഇതോടെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായി. ചൊക്ലി പഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി യോഗത്തിനെത്തിയ ഇവർ സമിതി അധ്യക്ഷനോട് സ്ഥലമാറ്റത്തിന്റെ പ്രയാസം സംസാരിക്കുന്നതിനിടെയാണ് കുഴഞ്ഞു വീണത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. അതാണ് വാർത്ത. അതിനെ സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ ഉണ്ടേ.
ഈ വാർത്ത ദേശാഭിമാനി ഇങ്ങനെ പൊലിപ്പിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നറിയോ? ദേശാഭിമാനിയുടെ 8ാമത്തെ പേജിൽ ജീവൻ എടുക്കുന്ന സ്ഥലം മാറ്റങ്ങൾ അവസാനിപ്പിക്കണം. NGO യൂണിയൻ ഉടൻ NGO യൂണിയൻ ഏറ്റുപിടിച്ചു. ജീവൻ എടുക്കുന്ന സ്ഥലം മാറ്റങ്ങൾ അവസാനിപ്പിക്കണം. ജീവനക്കാരുടെ ജീവൻ എടുക്കും വിധമുള്ള അന്യായ സ്ഥലം മാറ്റങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് NGO യൂണിയൻ. ഭരണമാറ്റത്തെ തുടർന്നുള്ള അന്യായ സ്ഥലം മാറ്റങ്ങളുടെ ഒടുവിലത്തെ ഇരയാണ് കാസർഗോഡ് കളക്ടറേറ്റിലെ സീനിയർ ക്ലർക്ക് ആശാലത. മറ്റൊരു സ്ത്രീ കൂടി ആത്മഹത്യ ചെയ്തിരുന്നു, ആശാലത. അവരും ഈ സ്ഥലം മാറ്റത്തിൽ സങ്കടപ്പെട്ടിട്ടാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് NGO യൂണിയൻ പറയുന്നത് കേട്ടോ. അന്യായമായി സെക്ഷനാണ്. നിങ്ങൾ ആലോചിക്കണം, ഒരു സെക്ഷനിൽ നിന്ന് മറ്റൊരു സെക്ഷനിലേക്ക് മാറ്റുന്നു. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൂടിയല്ല, അന്യായമായി സെക്ഷൻ മാറ്റിയതിനെ തുടർന്നുണ്ടായ മാനസിക സമ്മർദ്ദമാണ് 2 പിഞ്ചുകുട്ടികളുടെ അമ്മയായ അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത്. ഭർത്താവ് വിദേശത്തായതിനാൽ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഒറ്റയ്ക്ക് നിർവഹിച്ചിരുന്ന അവരുടെ സാഹചര്യം അറിഞ്ഞിട്ടും മനഃപൂർവ്വം സ്ഥലം മാറ്റുകയായിരുന്നു. ഇതാണ് NGO യൂണിയന്റെ പരാതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്ത പേജിലേക്ക് വരുമ്പോ പത്താം പേജിൽ 2 വലിയ വാർത്തകളാണ്. ദീപാലേഖയുടെ വിയോഗത്തിൽ നാട് തേങ്ങി. ആരോഗ്യ സ്ഥിതി മാനിക്കാതെ സ്ഥലം മാറ്റിയ മനോവിഷമത്തിൽ കുഴഞ്ഞു വീണ് മരിച്ച മേപ്പയിൽ ശ്രീലേഖയുടെ വിയോഗത്തിൽ നാട് തേങ്ങി. അപ്പം ശ്രീലേഖയുടെ വിശേഷം മുഴുവനും സ്ഥലം മാറ്റത്തിൽ ഞെട്ടി, അതിൽ സ്ഥലം മാറ്റത്തിലെ മനോവിഷമത്തിൽ മരണപ്പെട്ട എന്നാണ് പറയുന്നത്. അടുത്ത വേറെ വാർത്ത, സ്ഥലം മാറ്റങ്ങൾ ഇനിയും എത്ര ജീവൻ എടുക്കുമെന്ന് ചോദിക്കുന്നത്. സ്ഥലം മാറ്റങ്ങൾ ഇനിയും എത്ര ഈ സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റത്തില് എത്ര ജീവൻ എടുക്കുന്നു? അപ്പൊ ഇനി മുതൽ സർക്കാർ ജീവനക്കാരെ ഒന്നും സ്ഥലം മാറ്റാൻ പാടില്ല. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റപ്പോ എത്ര 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 വീട്ടമ്മമാരെ, എത്ര പേരെ പല ജില്ലകളിലേക്കും അല്ലേ സ്ഥലം മാറ്റി. അന്നൊക്കെ ജീവനക്കാരികൾക്ക് വിഷമുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ സർക്കാർ ജോലി എന്ന് പറയുമ്പോൾ സ്ഥലമാറ്റം ഉണ്ടാവും, സ്വാഭാവികമാണ്. അതിന് അന്നൊന്നും ഇങ്ങനെ സ്ഥലമാറ്റം അതിൽ മനന്നൊന്ന് ജീവനൊടുക്കി എന്നൊന്നും നമ്മൾ കേട്ടിട്ടില്ല. സ്ഥലമാറ്റങ്ങൾ ഇനിയും എത്ര ജീവൻ എടുക്കും? സെക്ഷൻ മാറ്റത്തിൽ മനന്നൊന്ത് കാസർഗോഡ് കളക്ടറേറ്റിലെ സീനിയർ ക്ലർക്ക് ആശാലത ജീവനൊടുക്കിയതിന്റെ നടുക്കം മാറും മുമ്പ് ദീപാലേഖയുടെ ദാരുണ അന്ത്യം. കാരണഭൂതത്തിന്റെ 1-ാം നമ്പർ പെട്ടി തൂക്കി അപ്പം ഗോവിന്ദനും അവരുടെ 2 വാർത്തകളുണ്ട് 11-ാം പേജിൽ. അതിൽ ആദ്യം കാരണഭൂതം എന്താ പറയുന്നു നോക്കാം. ജീവനക്കാരോട് സർക്കാരിന് ശത്രുതാ മനോഭാവം. പോരെ, സംസ്ഥാനത്തിലെ സർക്കാർ ജീവനക്കാരുടെ മുഴുവൻ VD സതീശന് ശത്രുതാ മനോഭാവം. എല്ലാവരെയും കൊല്ലുകയാണ് അല്ലേ? എങ്ങനെയാ കൊല്ലുന്നത്? സ്ഥലം മാറ്റുമ്പോഴത്തേക്ക് മനോവിഷമം, ഉടനെ കുഴഞ്ഞു വീണ് മരിക്കും. എന്തൊരു ക്രൂരനാണ് VD സതീശൻ എന്നാണ് കാരണഭൂതൻ ചോദിക്കുന്നത്. രാഷ്ട്രീയ പ്രേരിത സ്ഥലമാറ്റങ്ങൾ സിവിൽ സർവീസിനെ സ്തംഭിച്ചു അല്ലേ? എന്റെ പെട്ടി തൂക്കി നേരത്തെ പറഞ്ഞില്ലേ, ദിവ്യായ സയ്യരെ സ്ഥലം മാറ്റിയതോടുകൂടി വിഴിഞ്ഞം തീർന്നില്ലേ? ഇത്രയും കാലം വിഴിഞ്ഞത്തെ വിഴിഞ്ഞമാക്കിയതാരാ? അദാനിയൊന്നുമല്ല, അദാനിയെ വിറപ്പിക്കുകയായിരുന്നു. ആര്? ദിവ്യായ സയ്യർ. കർണേട്ടാ അല്ലേ? എന്തൊരു വിളിയായിരുന്നു കർണേട്ടാ. വാർത്ത എങ്ങനെയാണേ? ഭരണാനുകൂല സംഘടനകളുടെയും സർക്കാരിന്റെയും തെറ്റായ നടപടി മൂലം ഉദ്യോഗസ്ഥരുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന ഭീതിജനകമായ സാഹചര്യമാണ് കേരളത്തിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ആരത് എഴുതി കൊടുത്തത് എനിക്കറിയാം, ഗംഭീരല്ലേ? എന്താണ്? ഭരണാനുകൂല സംഘടനകളുടെയും സർക്കാരിന്റെയും തെറ്റായ നടപടി മൂലം ഉദ്യോഗസ്ഥരുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന ഭീതിജനകമായ സാഹചര്യമാണ് കേരളത്തിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കാസർഗോഡ് കളക്ടറേറ്റിലെ സീനിയർ ക്ലർക്ക് ആശാലത ജീവനൊടുക്കിയത് ഞെട്ടിക്കുന്നതാണ്. ഭരണമാറ്റത്തെ തുടർന്നുള്ള നിർബന്ധിത സെക്ഷൻ മാറ്റം സൃഷ്ടിച്ച മാനസിക സംഘർഷമാണ് മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്നാണ് വിവരം. ജീവനക്കാരോട് ശത്രുതാ മനോഭാവം പുലർത്തുകയും പൊതുസമൂഹത്തിന് മുന്നിൽ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന തൊഴിലാളി വിരുദ്ധ നയങ്ങളാണ് സർക്കാരിനെന്നും പിണറായി കുറ്റപ്പെടുത്തി. പി ദിവ്യ എന്നൊരാളെ പിണറായി വിജയൻ അറിയില്ല കേട്ടോ. പി ദിവ്യ
നവീൻ ബാബു എന്ന് പറയുന്ന സംശുദ്ധനായ ആ ADM-നെ ആ യോഗത്തിൽ അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിട്ട PP ദിവ്യയെ ഓർമ്മയുണ്ടോ വിജയ? അതിനേക്കാൾ വലിയ പാതകമൊന്നും ഒരു കാലത്തും ഒരാളും ചെയ്യില്ല കേട്ടോ, ഒരാളും ചെയ്യില്ല. ഒരു സംശുദ്ധനായ ഉദ്യോഗസ്ഥനെ അധിക്ഷേപിച്ചുകൊണ്ട് അയാളെ മരണത്തിലേക്ക് നയിച്ച PP ദിവ്യയെ സംരക്ഷിച്ചില്ലേ അല്ലേ? എത്ര കാലം? അവസാനം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെയല്ലേ പോലീസിന് വിട്ടുകൊടുത്തത്. അവസാനം ആ ജയിലിന് മുന്നിൽ കാത്തുകെട്ടിക്കിടന്നത് അപ്പം ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമള. പാവം തോറ്റുപോയി, തളിപ്പറമ്പിൽ തോറ്റുപോയി PK ശ്യാമള. പോയി ആ പൊരി വെയിലത്ത് കാത്തു നിന്നിരുന്നു PP ദിവ്യയെ എതിരേൽക്കാൻ. ഓ ദിവ്യക്കുട്ടി, കൊതുക് കടിച്ചോ എന്ന് ശ്രീമതി ടീച്ചർ ആർത്ത് കരഞ്ഞിരുന്നു. എന്തൊക്കെ അപഹാസ്യതകളാണോ നിങ്ങൾ കാണിച്ചത്? ഇപ്പൊ അതിനേക്കാളും വലിയ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയുന്നു, NGO അസോസിയേഷൻ നേതാക്കൾ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്ന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ KV രാധാമണിക്ക് ഹൃദയാഘാതമുണ്ടായത് കഴിഞ്ഞ ദിവസമാണ്. വേറെ സംഭവം കൂടി. സതീശൻ മാത്രമല്ല, സതീശന്റെ സംഘടനാ നേതാക്കൾ മുഴുവൻ ഞെട്ടിപ്പിക്കുകയാണ്. അതിഭീകരതയാണ് കേരളത്തിൽ നടപ്പാകുന്നത്. ഭരണത്തണലിൽ അഴിഞ്ഞാടുന്ന ഗുണ്ടാ സംഘങ്ങളെ സർക്കാർ നിലക്ക് നിർത്തണം. മാനദണ്ഡം പാലിക്കാതെയുള്ള രാഷ്ട്രീയ പ്രേരിത കൂട്ടസ്ഥല മാറ്റങ്ങൾ സിവിൽ സർവീസിനെ ആകെ സ്തംഭിപ്പിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദിവ്യ സയ്യരൊക്കെ സ്ഥലം മാറ്റിയതോടുകൂടി വിഴിഞ്ഞം തീർന്നു, വിഴിഞ്ഞം പൂട്ടിപ്പോയി. പോട്ടെ, അത് ഇനി മുഴുവൻ വായിച്ചു കഴിഞ്ഞാലേ നമുക്ക് പ്രാന്താവും. മറ്റൊന്ന്, ജീവനക്കാരോട് പ്രതികാര ബുദ്ധിയോടെ പെരുമാറരുത്. ആരാ പറയുന്നത്? ജീവനക്കാരോട് പ്രതികാര ബുദ്ധിയോടെ പെരുമാറരുത്. എല്ലാവരും PP ദിവ്യയെ കണ്ടുപിടിക്കണം. അപ്പം ഗോവിന്ദൻ ജീവനക്കാരോട് പ്രതികാര ബുദ്ധിയോടെ പെരുമാറുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന സർക്കാർ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രസ്താവനയിൽ പറഞ്ഞു. ഗോവിന്ദനും അറിയില്ല PP ദിവ്യയെ. ആരോഗ്യസ്ഥിതി മാനിക്കാതെ സ്ഥലം മാറ്റിയതിലുള്ള മനോവിഷമത്തിൽ ചൊക്ലി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ R ദീപാലേഖ കുഴഞ്ഞു വീണ് മരിച്ചത് വേദനാജനകമാണ്. സ്ഥലം മാറ്റത്തിന്റെ പ്രയാസം പറയുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. അപകടത്തിൽ കാലിന്റെ എല്ല് പൊട്ടി കിടപ്പിലായിരുന്നു. തിരികെ ജോലിക്കെത്തിയെങ്കിലും നടക്കാൻ പ്രയാസമായിരുന്നു. ഇതിനിടയിലാണ് സ്ഥലം മാറ്റ ഉത്തരവ്. മാനുഷിക പരിഗണന പോലുമില്ലാതെ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നത് അങ്ങേയറ്റം പ്രാകൃതമാണ്. അപ്പോ VD സതീശന്റെ തെറ്റായ നടപടികളെ നിങ്ങൾ വിമർശിച്ചോ, രാഷ്ട്രീയപരമായി വിമർശിക്കുക, അതല്ലേ പ്രതിപക്ഷം അതല്ലേ ചെയ്യേണ്ടത്. നിങ്ങൾ ഇങ്ങനെ ഒരു ലോജിക്കും ഇല്ലാത്ത ഇമാതിരി കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഇങ്ങനെ പിടിക്കാൻ തുടങ്ങിയാലേ ജനങ്ങൾ ചിരിക്കും. ജനങ്ങൾക്ക് അറിയ കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഈ വിഷയം തന്നെ നിങ്ങൾ ഈ ദേശാഭിമാനിയിലെ 6 or 7 സ്ഥലത്ത് സ്ഥലം മാറ്റത്തിൽ ഇതാണ് ഭീകരത, സ്ഥലം മാറ്റ ഭീകരത. ഒരു ജില്ലയിലെ ഒരു സ്ഥലത്ത് നിന്ന് ചൊക്ലിയിൽ നിന്ന് പിണറായിലേക്ക് സ്ഥലം മാറ്റിയ അവർക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അവര് കുഴഞ്ഞു വീണ് മരിച്ചത് ഈ ഒരു കാരണം കൊണ്ടാണ് വരുത്തി തീർക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് സർക്കാർ ജീവനക്കാരെ മുഴുവൻ വേട്ടയാടുന്നു. ഇത് കേട്ടായിരിക്കും ഇതിന്റെ മുമ്പേ സർക്കാർ ജീവനക്കാരെ ഒരു ഗവൺമെന്റ് സ്ഥലം മാറ്റിയിട്ടില്ല. ഇതൊന്നും നിർത്തിക്കൂടോ. വേറെ ഒന്നാണ് ഈ മറ്റേ കടലിൽ പോയ എന്താ പറയാ 2-3 പേരുടെ ഇനിയും അവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. അവിടെ ഹെലികോപ്റ്റർ എന്താ പറയാ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, ഈ ബോട്ടുകളുണ്ട്. സ്വാഭാവികമായും കടലിൽ പോകുന്ന തൊഴിലാളികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സർക്കാരുകളും ശ്രമിക്കാറുണ്ട്. പക്ഷെ കടലിൽ പോയ തൊഴിലാളികളെ, മീൻപിടുത്ത തൊഴിലാളികളെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കടലിൽ നിന്ന് രക്ഷിക്കാൻ. നേരത്തെ മുരളീധരൻ ആ കാര്യം പറഞ്ഞു. മാത്രമല്ല 48 പേർ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് 48 പേർ ഇതേപോലെ കടലിൽ പോയിട്ട് രക്ഷിക്കാൻ പറ്റിയില്ല. ഇപ്പതാ അതേപോലെ 2 പേരെ രക്ഷിക്കാൻ പറ്റിയില്ല. അതിന്റെ പേരിൽ കടിച്ചു കീറുകയാണ് VD സതീശൻ മത്സ്യത്തൊഴിലാളികളെ മുഴുവൻ ഇതാ കടലിൽ മുക്കിക്കൊല്ലുന്നു. പിണറായി വിജയൻ 48 പേരെ കടലിൽ പോയ അത് മിണ്ടത് 48 പേരല്ല, അത് സാറില്ല. പക്ഷെ 2 പേര് പിണറായിയുടെ കാലത്ത് ഇങ്ങനെ പലതും സംഭവിക്കും. നമ്മൾ മിണ്ടാൻ പാടില്ല. ഇപ്പൊ ഒരു പെൺകുട്ടി, അച്ഛൻ നഷ്ടപ്പെട്ട പെൺകുട്ടി VD സതീശനെതിരെ അയാൾ അങ്ങനെ ചെയ്തില്ല ഒക്കെ പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്നു. VD സതീശൻ പറഞ്ഞു സ്വാഭാവികമാണ്, ആ വൈകാരികതയിൽ ആ പെൺകുട്ടി അങ്ങനെയൊക്കെ പറയും, എന്നെയും കുറ്റപ്പെടുത്തും, കാരണം ഞാൻ ഈ ഗവൺമെന്റിന്റെ ഒരു പ്രതീകമാണല്ലോ. VD സതീശൻ ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞു.
കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒരു ഫോട്ടോ, പിണറായി വിജയനും അപ്പം ഗോവിന്ദനും വന്നപ്പോഴത്തേക്ക് ആ പെൺകുട്ടി സന്തോഷത്തോടെ ഇവരെ സ്വീകരിക്കുന്നത്. അതിന്റെ പേരിൽ ആ പെൺകുട്ടിക്കെതിരെ ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നടക്കുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട നേതാക്കളെ കാണുമ്പോൾ അവരോട് നമുക്ക് വല്ലാതെ സ്നേഹമൊക്കെ തോന്നും, സന്തോഷം തോന്നും, ഒക്കെ ശരി തന്നെയാണ്. നമ്മളിത് ഈ കാര്യങ്ങളൊന്നും ഇതൊന്നും രാഷ്ട്രീയമായി നമ്മൾ കാണരുത്. അതാ എനിക്ക് പറയാനുള്ളത്. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ എന്താ പറയാ, അത് വളരെ അപകടകരമായ ഒരു സ്ഥിതിയാണ്. കടലിൽ ജോലിക്ക് പോകുക എന്നൊക്കെ ഉള്ളത് മീൻപിടുത്ത തൊഴിലാളികളുടെ ഓരോ ദിവസവും അപകടം നിറഞ്ഞതാണ്. കടലിൽ പോയാൽ രക്ഷാപ്രവർത്തനം നടത്തണം. വളരെ സജീവമായ രക്ഷാപ്രവർത്തനങ്ങൾ ആവശ്യമാണ്. പക്ഷെ ഇപ്പം അതൊന്നും നടക്കുന്നില്ല. ഈ കഴിഞ്ഞ 2.5 മാസത്തിനിടയിൽ അതൊന്നും നടക്കുന്നില്ല. കഴിഞ്ഞ 10 വർഷം കടലിൽ പോയ ആൾക്കാരെ മുഴുവനും അപ്പോഴാണ് 48 വരെ കടലിൽ പോയത്. ഇതൊക്കെ നിർത്താനായില്ല എന്റെ സഖാക്കളെ. ഞാൻ അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ദേശാഭിമാനി നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾ സത്യസന്ധമായ കാര്യം പറയാന്ന്. ഇപ്പൊ നയം തിരുത്തു എന്നൊക്കെ നിങ്ങൾക്ക് പറയാം, എന്ന് പ്രശ്നമില്ല. നരേന്ദ്രമോദിയുടെ നയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലതാ, എന്താ പറയാ, മെയിൻ സ്റ്റോറി നയം തിരുത്തു. നിങ്ങൾ നയം തിരുത്തിക്ക്, അതൊക്കെയല്ലേ പ്രതിപക്ഷം ചെയ്യേണ്ടത്. നിങ്ങൾ നയം തിരുത്തിക്ക്. കാരണം ഇന്ത്യ മഹാരാജ്യത്ത് 1% പോലും വോട്ടില്ലാത്ത നിങ്ങൾക്ക് നരേന്ദ്രമോദിയെ വിറപ്പിക്ക്. അതൊക്കെ ചെയ്യ്. സതീശൻ നിങ്ങൾ വർപ്പിക്കി. അതിന് പകരം സതീശൻ കടലിൽ പോയ 2 ആൾക്കാരെ സതീശൻ രക്ഷിച്ചില്ല. സതീശൻ ആൾക്കാരെ സ്ഥലം മാറ്റുന്നു. സ്ഥലമാറ്റ ഉത്തരവ് കൈ കിട്ടിയ ഉടനെ സ്ത്രീകളൊക്കെ അല്ലെങ്കിൽ ജീവനക്കാരികൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ ആരെയും സ്ഥലം മാറ്റാറില്ല. ഉഡായിപ്പോയിട്ട് വരല്ല. നിങ്ങൾ ആകെ നാണക്കേടാണ്, അത് മനസ്സിലായി. അപ്പൊ ഏതായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ കേട്ടോ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.